സെക്രട്ടേറിയറ്റിൽ ഇന്ന് 2 തവണ പാമ്പിനെ കണ്ടു. ഒരെണ്ണത്തെ ജീവനക്കാർ അടിച്ചു കൊന്നപ്പോൾ മറ്റൊരെണ്ണത്തെ ഫോറസ്റ്റ് അധികൃതർ പിടികൂടി. ശനിയാഴ്ചയും സെക്രട്ടേറിയറ്റിൽ പാമ്പിനെ കണ്ടിരുന്നു. തുടർച്ചയായി പാമ്പ് വരുന്നതിൽ ആശങ്കയിലാണ് ജീവനക്കാർ. ശനിയാഴ്ച വൈകുന്നേരമാണ് ദർബാർ ഹാളിന് പുറകിലെ ജലവിഭവ വകുപ്പ് ഓഫീസിലേക്കുള്ള ഇടനാഴിയിൽ പാമ്പിനെ കണ്ടത്. ജീവനക്കാർ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പാമ്പ് ഇഴഞ്ഞുപോയി. ഇന്ന് രാവിലെ 10:30ക്കാണ് രണ്ടാമത്തെ സംഭവം. പഴയ നിയമസഭാ മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് പാമ്പ് എത്തിയത്. പാമ്പിനെ കണ്ടതും ജീവനക്കാർ ഭയന്ന് നിലവിളിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പാമ്പിനെ അടിച്ചു കൊന്നു. തീർന്നില്ല. വൈകുന്നേരം 3 മണിക്ക് അടുത്ത അതിഥി പ്രത്യക്ഷപ്പെട്ടു. ജലവിഭവ വകുപ്പ് ഓഫീസിന്റെ അവിടെ കണ്ട അതേ പാമ്പ് അതേ സ്ഥലത്ത് തിരിച്ചെത്തി. ഇത്തവണ പക്ഷേ ആശാന് രക്ഷപ്പെടാനായില്ല. അതിവേഗം എത്തിയ ഫോറസ്റ്റ് പാമ്പ് പിടുത്ത സംഘം പാമ്പിനെ പിടികൂടി. മാരക വിഷമില്ലാത്ത നാഗത്താൻ പാമ്പെന്ന് അധികൃതർ അറിയിച്ചു. ഭരണസിരാ കേന്ദ്രത്തിലെ നിത്യസന്ദർശകരായി പാമ്പുകൾ മാറിയത് ജീവനക്കാർ ഭയത്തോടെയാണ് കാണുന്നത്. കെട്ടിക്കിടക്കുന്ന പഴയ പേപ്പർ ഫയലുകൾക്കിടയിൽ പാമ്പ് മുട്ടയിട്ടിരിപ്പുണ്ടോ എന്ന് വേഗം പരിശോധിക്കാൻ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തോട് അഭ്യർത്ഥിക്കുകയാണ് ജീവനക്കാർ. മീഡിയ 1 തിരുവനന്തപുരം.